ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളിൽ കാണുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അഥവാ ഭാഷ ഉണ്ടാകുക, ആ കുട്ടിക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ് അഥവാ കുട്ടി ഇരിക്കാൻ പഠിക്കുക, നിൽക്കാൻ പഠിക്കുക, ഇതുപോലെ പ്രായത്തിന് അനുയോജ്യമായി ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ചില സെക്ഷൽ ബിഹേവിയേഴ്സ് ഉണ്ട്. നിങ്ങളെ കുട്ടി നടക്കാൻ പഠിക്കുന്നു, നിങ്ങളെ കുട്ടി ഇരിക്കാൻ പഠിക്കുന്നു, നിങ്ങളെ കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നു, അത് എത്രമാത്രം നോർമലാണോ അതുപോലെ നോർമലാണ് കുട്ടിയിൽ ഉണ്ടാകുന്ന പ്രായത്തിന് അനുയോജ്യമായ സെക്ഷൽ ബിഹേവിയേഴ്സ്. അപ്പോൾ നിങ്ങളെ കുട്ടി ഏതെങ്കിലും ഒരു ലൈംഗിക സ്വഭാവം കാണിച്ചു എന്ന് കരുതി നിങ്ങൾ എംബാരസ്ഡ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ നാണം കെടേണ്ട ആ ഒരു ഫീലിംഗ് ആവേണ്ട ആവശ്യമില്ല. അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ചില സെക്ഷൽ ബിഹേവിയേഴ്സ് ഏജ് അപ്രോപ്രിയേറ്റും നോർമലും അല്ല, അബ്നോർമലാണ്, അല്ലെങ്കിൽ നമ്മളത് കൺസേൺ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിൽ ഏതൊക്കെയാണ് നോർമൽ ബിഹേവിയർ, ഏതൊക്കെയാണ് അബ്നോർമൽ ബിഹേവിയർ, ഈ ബിഹേവിയേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആസ് എ പാരൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് അതിനോട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയണത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ ആദ്യം അതിന് ഈ 4 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുഞ്ഞ് കാണിക്കുന്ന ഈ സെക്ഷൽ ബിഹേവിയറിനെ നമ്മൾ ആദ്യം 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ, ഓറഞ്ച്, റെഡ്. ഗ്രീൻ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്, ഏജ് അപ്രോപ്രിയേറ്റ് ആണ്, മിക്ക കുട്ടികളും ആ പ്രായത്തിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ അത്ര കൺസേണിങ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺസേണിങ് ആവേണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ അത് തീരെ മൈൻഡ് ആക്കാതെ ഇരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ പ്രായത്തിന് അനുയോജ്യമായ ഒരു സ്വഭാവം മാത്രമാണ്. ചില ചെറിയ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുട്ടിയെ ഡൈവേർട്ട് ചെയ്യാം. മറിച്ച് നിങ്ങളെ കുട്ടി ഈ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കാറ്റഗറിയിൽ പെടുന്ന സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഒരു പീഡിയാട്രിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ അടുത്ത് നിങ്ങളെ കുഞ്ഞിനൊന്ന് കൊണ്ടുപോവുക, ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക, നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം 4 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഗ്രീൻ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണ്, ഓറഞ്ച് സെക്ഷൽ ബിഹേവിയേഴ്സ്, റെഡ് സെക്ഷൽ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഗ്രീൻ ബിഹേവിയറാണ്. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും. കുട്ടികൾ അവരുടെ ജനൈറ്റൽസ്, ജനനേന്ദ്രിയങ്ങൾ പിടിച്ച് കളിക്കുക, തുടർച്ചയായി തൊട്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് റബ്ബ് ചെയ്യും, അല്ലെങ്കിൽ അത് പുള്ള് ചെയ്യും. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ അത് വലിച്ചുകൊണ്ടിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ അത് ഉരച്ചുകൊണ്ടിരിക്കും. അത് കുട്ടികൾ കാണിക്കുന്ന സ്വഭാവമാണ്, ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന ഒന്നാണ്. 2, കുട്ടികൾ അവരുടെ ജനൈറ്റൽസ് മറ്റ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അവരുടെ സമപ്രായക്കാരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് അത് കാണിച്ചു കൊടുക്കുക. 3, മറ്റുള്ള കുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് ഭയങ്കര ക്യൂരിയസ് ആയി നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യുക. അത് ആരുടെ? ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ ആണ് കേട്ടോ ഇവിടെ പറയണത്. തനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രൈവറ്റ് പാർട്സ് ക്യൂരിയോസിറ്റിയോടെ നോക്കി നിൽക്കുക, ടച്ച് ചെയ്യുന്നത് ഒരു നോർമലാണ്. എങ്ങനത്തെ അവസരത്തിൽ? അവർക്ക് അതിനുള്ള സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ, അതിനുള്ള സന്ദർഭം അവരുണ്ടാക്കി അത് ടച്ച് ചെയ്യുന്നത് വേറെയാണ്, അത് നമുക്ക് പറയാം. ഒരു സന്ദർഭം കിട്ടുമ്പോൾ അത് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളെ കുഞ്ഞിൻ്റെ കൂടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു മറ്റൊരു മുതിർന്ന ആൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ആ പ്രൈവറ്റ് പാർട്ട് കാണാനിടയായ അത് പോയി ടച്ച് ചെയ്യുക, അത് ക്യൂരിയസ് ആയി നോക്കി നിൽക്കുക, അത് നോർമലാണ്. മറ്റൊന്ന്, ന്യൂഡായി നിൽക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക, അതൊരു നോർമൽ സെക്ഷൽ ബിഹേവിയറാണ് ഈ പ്രായത്തിൽ കാണുന്നത്. ഇനി നമ്മൾ പറയുന്നത് 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ കുറച്ചൊരു കൺസേണിങ് ആയിട്ടുള്ള ഓറഞ്ച് കാറ്റഗറിയിൽ പെടുന്ന സെക്ഷൽ ബിഹേവിയേഴ്സാണ്. അതിൽ ഒന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ കുട്ടി അവരുടെ പ്രൈവറ്റ് പാർട്ട് ഇങ്ങനെ പുള്ള ചെയ്തുകൊണ്ടോ റബ്ബ് ചെയ്തുകൊണ്ടോ ഇരിക്കും. അതിനെയാണ് ഇവിടെ മാസ്റ്റുർബേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ പറഞ്ഞിട്ടും ആ കുട്ടി വീണ്ടും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ പയ്യെ യെല്ലോ കാറ്റഗറിയിൽ പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ, അതായത് നിങ്ങൾ പറഞ്ഞിട്ടും ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ആളുകളെ സെക്ഷൽ പ്ലേക്ക് ഫോഴ്സ് ചെയ്യാം. ചിലപ്പം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹഗിങ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ കൂടിയുള്ളതല്ല. അപ്പോൾ നമ്മൾ ഒരു ഫോർപ്ലേ ലെവലിലൊക്കെ ഉള്ള സെക്ഷൽ പ്ലേക്ക് വേണ്ടി മറ്റുള്ള മുതിർന്നവരെയോ അല്ലെങ്കിൽ മറ്റു കുഞ്ഞു കുട്ടികളെയോ കുട്ടി
മറ്റ് കുട്ടികളെയോ കുട്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ഒന്നാണ് ഒരു ഡോളുമായി അല്ലെങ്കിൽ ടോയുമായി സെക്ഷൽ പ്ലേ ചെയ്യുക. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മുതിർന്ന ആളുകളുമായി അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി ഒരു സെക്ഷൽ പ്ലേ, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഡോളുമായിട്ടുള്ള സെക്ഷൽ പ്ലേ. ഇവിടെ സെക്ഷൽ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് അഡൽട്സിൻ്റെ സെക്ഷൽ ആക്ട് അതുപോലെ മിമിക് ചെയ്യുന്നതല്ല, ഒരു ലൈംഗിക ചൊവ്വയുള്ള കളികൾ അവരോടൊപ്പം കളിക്കുക. പിന്നെ മറ്റൊരു കൺസേണിങ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ മറ്റുള്ള ആളുകളുടെ പ്രൈവറ്റ് പാർട്ട് ക്യൂരിയോസിറ്റിയുടെ ഭാഗമായി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ടച്ച് ചെയ്യുക എന്നുള്ളത് ഗ്രീൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് ആരാണ്? ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ കുട്ടി ഇതേ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ കുട്ടിക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരാളുടെ അല്ലെങ്കിൽ ആനിമലിൻ്റെ ജെനൈറ്റൽസ് ടച്ച് ചെയ്യുന്നത് അത് യെല്ലോ കാറ്റഗറിയിൽ പെടുന്ന കാര്യമാണ്. അതുപോലെ ഒന്നാണ് ഞാൻ പറഞ്ഞു, ഗ്രീൻ ഒരു 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ ഒരു നോർമൽ സ്വഭാവമാണ് ആ കുട്ടി ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായി തൻ്റെ പിയർ ഗ്രൂപ്പ് പെടുന്ന ആളുടെ ജെനൈറ്റൽസ് നോക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, ആ ജെനൈറ്റൽസ് നോക്കാൻ വേണ്ടി എപ്പോഴും ഈ തൻ്റെ പിയർ ഗ്രൂപ്പ് പെടുത്ത ആളുടെയോ അല്ലെങ്കിൽ അഡൽട്ടിൻ്റെയോ കൂടെ ബാത്റൂമിലോട്ട് ഫോളോ ചെയ്യുക. ബാത്റൂമിലോട്ട് എപ്പോൾ പോകുന്നോ അപ്പോഴൊക്കെ ഫോളോ ചെയ്ത് അത് കാണാനുള്ള ഒരു അവസരം കാത്തിരിക്കുക. അത് ഈ കൺസേണിങ് ആയിട്ടുള്ള ബിഹേവിയറാണ്. അപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ നോക്കുന്നതും ഫുൾ ടൈം അവരെ ഫോളോ ചെയ്ത് പോയി നോക്കുന്നതും രണ്ടാണ്. ഒന്ന് യെല്ലോ കാറ്റഗറിയാണ്, മറ്റൊന്ന് ഗ്രീൻ കാറ്റഗറിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെഡ് കാറ്റഗറി പെടുന്ന കാര്യങ്ങൾ, അഥവാ കുട്ടിക്ക് നല്ല രീതിയിൽ വെരി കൺസേണിങ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ആണ്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടതുണ്ട്. ഒരു മെഡിക്കൽ അറ്റൻഷൻ അതിന് കിട്ടേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ ഭാഗം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഒരു കുട്ടി ടച്ച് ചെയ്യുക എന്നുള്ളത് നോർമലാണ്, പ്രൈവറ്റ് പാർട്ട്. നിങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും അത് തുടരുക എന്ന് പറയുമ്പോൾ, പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഒരു 1-2 തവണ അല്ല കേട്ടോ, നിങ്ങൾ തുടർച്ചയായി പറഞ്ഞിട്ടത് വീണ്ടും തുടർന്ന് പോകുമ്പോൾ അത് യെല്ലോ. ഇനി ഒരു കുട്ടി നിങ്ങൾ പറഞ്ഞിട്ടും അത് ടച്ച് ചെയ്യുന്നുണ്ട് ഏത് അറ്റം വരെ, ആ കുട്ടിക്ക് ആ ഒരു ബിഹേവിയർ കാരണം മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മിക്ക സമയത്തും ഈ കുട്ടി ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനം, ആ ചെയ്തി കാരണം ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ മുറിവ് വന്നു. ഇത്രയും ഈ ലെവലിലോട്ട് ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള കളി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ വെരി കൺസേണിങ് ആയി കാണണം. അത് പീഡിയാട്രീഷ്യൻ്റെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടണം. മറ്റൊന്ന്, അഡൽട്സിൻ്റെ സെക്ഷൽ ആക്ട് മിമിക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് സെക്ഷൽ പ്ലേ, അതായത് ലൈംഗിക ചൊവ്വയുള്ള കളികൾ എന്താണ്, യെല്ലോ ആണ്. ഇപ്പം ഹഗ്ഗിങ്, ഫോർ പ്ലേ ലെവലിലുള്ള കളികളൊക്കെ യെല്ലോ ആണ്. പക്ഷേ അഡൽട്ടിൻ്റെ സെക്ഷൽ ആക്ട് മിമിക് ചെയ്യുക, അഡൽട്ട് ചെയ്യുന്ന സെക്ഷൽ ആക്ട് മിമിക് ചെയ്യുന്നത് വെരി കൺസേണിങ് ആണ്. അതോടൊപ്പം ഓറൽ, അവരുടെ മുഖം മറ്റുള്ള ആളുകളുടെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുന്നതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നല്ല 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന്. അതും വെരി കൺസേണിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഇത്രയാണ് വെരി കൺസേണിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഗ്രീൻ ആവാം, അല്ലെങ്കിൽ ഓറഞ്ച് ആവാം, റെഡ് ആവാം, എന്തോ ആയിക്കോട്ടെ, ഒരു സെക്ഷൽ ബിഹേവിയർ നിങ്ങളെ കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതാണ് ഇനി പറയുന്നത്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക? ആദ്യം നിങ്ങൾ നോക്കുക, എൻ്റെ കുട്ടിക്ക് ഈ സ്വഭാവം എവിടുന്ന് കിട്ടി, ഇതെന്തുകൊണ്ട് ഈ സ്വഭാവം കിട്ടി. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ ഒരു ഗ്രീനിൽ പെടുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അത് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്, എവിടുന്ന് കിട്ടിയെന്നുള്ള ചിന്തക്ക് പോലും പ്രസക്തിയില്ല. പക്ഷേ കുട്ടി കാണിക്കുന്നത് റെഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് 4 വയസ്സിന് താഴെ കൺസേണിങ് ആണ്. കാരണം 4 വയസ്സിന് താഴെ ഉള്ള ഒരു കുട്ടി ഒരിക്കലും ഒരു അഡൽട്ടിൻ്റെ സെക്ഷൽ ആക്ട് കാണാൻ ഇടയായിട്ടില്ല, അതിനൊരു സാധ്യതയില്ല. അപ്പോൾ അവിടെ ആ കുട്ടി ഇത് കാണിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും കൺസേണിങ് ആയി ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഒരു ഡോക്ടറുടെ ശ്രദ്ധ ഇതിലോട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പം അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ഇനി എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ഗ്രീൻ ആണോ റെഡ് ആണോ യെല്ലോ ആണെന്ന് ആദ്യം ചിന്തിക്കുക. അത് ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി മാനേജ് ചെയ്യാം. അത് നമുക്ക് അതിലോട്ടാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പം ഓറഞ്ച് ആണെന്നുണ്ടെങ്കിലും ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾ സ്വന്തമായി മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. റെഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒറ്റക്ക് പറ്റില്ല, അത് കൺസേൺ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. പക്ഷെ ഗ്രീനും റെഡ് ഓറഞ്ചും ആണ് എന്നുണ്ടെങ്കിൽ
ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ സഹായം തേടാം. ഓറഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുറച്ചൊന്ന് മാനേജ് ചെയ്ത് നോക്കാം, എന്നിട്ടും പറ്റില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. പക്ഷെ റെഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറുടെ സഹായം തേടുക. അപ്പം ഇനി നമുക്ക് ഗ്രീനോ അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഏത് ബിഹേവിയർ ആണെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാമാവുക, അവരോട് വളരെ ക്ലിയറും കാമുമായി അത് നിർത്താൻ പറയാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ കാമായി, വളരെ കാമായി അത് നിർത്താൻ അവരോട് പറയുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് സംസാരിക്കേണ്ടത്? പല കാര്യങ്ങളും അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ബിഹേവിയറിനെ കുറിച്ച് സംസാരിക്കണം. ഇത് ഒരു പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ല, ഇത് മോൻ അല്ലെങ്കിൽ മോൾ ചെയ്യാൻ പാടുള്ള ഒരു ബിഹേവിയർ അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം പ്രൈവസി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം ബൗണ്ടറി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വേറൊരാളുടെ അഡൾട്ടിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യാണ്, പറയണം ഏതൊക്കെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ, അതിൻ്റെ അനാറ്റമിക്കൽ നെയിം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് പ്രായത്തിന് അനുയോജ്യമായി. ആ പ്രൈവറ്റ് പാർട്ട് മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് തൊടാൻ പാടില്ല, കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ മറ്റൊരാൾക്കും തൊടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ആ ബൗണ്ടറിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം പ്രൈവസി. നമ്മൾ പ്രൈവറ്റ് പാർട്ടിലുമായി ടച്ച് ചെയ്യുന്നതോ പ്രൈവറ്റ് പാർട്ടിൽ എന്ത് കാര്യം ചെയ്യുന്നതും അത് പ്രൈവറ്റ് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇനി അതോടൊപ്പം പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, കാരണം ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നതല്ലാത്തതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മോളെ ഒഴിവാക്കേണ്ട ബിഹേവിയർ ആണെന്ന് അവരെ പഠിപ്പിക്കുക. ഇതാണ് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്രയും നേരം പറഞ്ഞത് ഒരു കുട്ടിയുടെ സെക്ഷുവൽ ബിഹേവിയർ ആദ്യമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇനി എങ്ങനെ പ്രതികരിക്കരുത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഷോക്കായ രീതിയിൽ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ഒരു കുട്ടി ചിലപ്പം ഒരു ഫീമെയിൽ ചൈൽഡ്, നമുക്ക് വന്നൊരു കേസാണ്, ഒരു ഫീമെയിൽ ചൈൽഡ് മാസ്റ്റുബേഷൻ മിമിക് ചെയ്യുന്ന രൂപത്തിൽ 5 വയസ്സായിട്ടുള്ളൂ, ആ ഫീമെയിൽസിൻ്റെ മാസ്റ്റുബേഷനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാരൻ്റ് ഇത് കണ്ട് ഷോക്കാവുക. അത് ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഷോക്ക് ആവുകയല്ല ചെയ്യേണ്ടത്, കാമായി സംസാരിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള നിങ്ങളുടെ റിയാക്ഷൻ ഒരിക്കലും ആ കുട്ടിയെ നാണം കെടുത്തുന്ന രൂപത്തിലാവരുത്, കുട്ടിയെ വഴക്ക് പറയുന്ന രൂപത്തിലാവരുത്. അത് ഒരിക്കലും സെക്ഷുവൽ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, എത്ര ചെറിയ സെക്ഷുവൽ ബിഹേവിയർ ആയിക്കോട്ടെ ഇഗ്നോർ ചെയ്യരുത്. അത് ഗ്രീൻ ആവാം, റെഡ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല, യെല്ലോ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല, ഗ്രീൻ ആണെങ്കിലും ഇഗ്നോർ ചെയ്യരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലായല്ലോ? അടുത്ത കാര്യം ഞാൻ പറഞ്ഞു, റെഡ് സാധാരണഗതിയിൽ ആ കുട്ടി സെക്ഷൽ അബ്യൂസിനൊക്കെ ഇരയാക്കപ്പെട്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ചാടി കയറി ആ ഒരു അസംഷനിൽ എത്തരുത്. ഇപ്പോൾ നിങ്ങളെ കുട്ടി റെഡോ അല്ലെങ്കിൽ ഓറഞ്ചോ കാറ്റഗറി പെടുന്ന സ്വഭാവം കാണിച്ചു, നേരെ ചാടി കയറി അയ്യോ എൻ്റെ കുട്ടി ആരോ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇത് കാണിക്കുന്നത് എന്നുള്ള തോട്ടിൽ നിങ്ങൾ അസംഷനിൽ എത്താതെ നിങ്ങൾ ഡോക്ടറെ സഹായം തേടുക. മനസ്സിലായല്ലോ? പക്ഷേ എപ്പോഴൊക്കെയാണ് നിങ്ങളെ കുട്ടി സെക്ഷലി അബ്യൂസ് ആകാൻ സാധ്യതയുള്ള സ്വഭാവങ്ങൾ എന്നുള്ളത് നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ടോപ്പിക്ക് സെക്ഷൽ അബ്യൂസ് എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ആണ്. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണുമ്പോഴോ നിങ്ങൾ എടുത്തു ചാടി എൻ്റെ കുട്ടി സെക്ഷൽ അസോൾട്ടിന് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് ഇരയായി എന്നുള്ള തോട്ടിലൂടെ എടുത്തു ചാടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ആദ്യം നോക്കുക എൻ്റെ കുട്ടി ചെയ്തത് ഏത് കാറ്റഗറി പെട്ടതാണ്. 2, അത് ഏത് കാറ്റഗറി ആണെങ്കിലും തുറന്ന് സംസാരിക്കുക. 3, യെല്ലോ അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക. 4, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി അവരോട് ഷൗട്ട് ചെയ്യരുത്, അവരെ എംബാരസ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, അവരെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത്, അവരെ മറ്റെന്തെങ്കിലും പേരിൽ അവരെ മുദ്ര കുത്തരുത്. എങ്ങനെ? ഒരു സെക്ഷൽ ഒഫൻഡർ ആണെന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്, അവരെ സ്കോൾഡ് ചെയ്യരുത്. 5, സെക്ഷൽ ബിഹേവിയർ എത്ര ചെറുതായിക്കോട്ടെ നെഗ്ലക്റ്റ് ചെയ്യാതെ അവരെ നിങ്ങൾ അതിന് ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ഗ്രീൻ ഉള്ള നിങ്ങളെ കുട്ടി ഗ്രീനാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 1, നിങ്ങൾ അവരോട് സംസാരിക്കുക. എന്ത് സംസാരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് സംസാരിക്കുക, പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുക, തൻ്റെ ബോഡിയിലെ ബൗണ്ടറീസ് ഏതൊക്കെയാണ്, മറ്റുള്ള ആൾക്കാരുടെ ബോഡിയിലെ ബൗണ്ടറീസ് ഏതൊക്കെയാണ് സംസാരിക്കുക. അവസാനത്തെ കാര്യം, കുട്ടിയെ നിങ്ങൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക.
കുട്ടിയെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ ഡൈവേർട്ട് ചെയ്യുക? മറ്റ് എന്തെങ്കിലും ടോയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലൂടെ മാറ്റി വിടുക. ഇങ്ങനെയാണ് ഗ്രീനുള്ള കുട്ടിക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ടത്. ഇത് നടന്നിട്ടും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടും കുട്ടി ശരിയാവുന്നില്ല. കുട്ടി ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ഒരു റെഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കാറ്റഗറിയിലോട്ട് കുഞ്ഞ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് സീക്ക് ഹെൽപ്പ്. നിങ്ങളൊരു പീഡിയാട്രിഷ്യൻ്റെയോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സഹായം തേടുക. ഇങ്ങനെയാണ് ഒരു സെക്ഷൽ ബിഹേവിയേഴ്സിൻ്റെ കാര്യത്തിൽ 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. കൃത്യമാണോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ 9 ഇയർ വരെയുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ 12 ഇയർ വരെയുള്ള സ്വഭാവങ്ങളെക്കുറിച്ച്